ഹലോ നൻപൻ സിറ്റീസ് റൂക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റാഞ്ച് സിമുലേറ്ററിൻ്റെ കണ്ടിന്യൂഷൻ ഭാഗം, അതായത് ഇന്ന് ഞാനാണ് വീഡിയോ ഇടുന്നത്. ഇനിയിപ്പം നാളെ ബീസ്റ്ററിൻ്റെ ചാനലായിരിക്കും വീഡിയോ ഇടുക. അപ്പോൾ നമ്മൾ ഇന്നലെ ഹണ്ടിങ്ങിനൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നമ്മളൊരു പന്നിക്കുട്ടിനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കോഴിയുമൊന്ന് വലിയ ബിസിനസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇനി പന്നിയുമൊന്നായിട്ട് കുറച്ചുകൂടി പൈസ നമ്മൾ ഉണ്ടാക്കി ഇനിയും ഫാം കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്ത് അടിപൊളിയാക്കി. ഇതിൽ കുറേ ഉണ്ട്, നമ്മൾ പുതിയ പുതിയ ഷോപ്പുകളുണ്ട് ഇവിടെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ടിന്യൂഷൻ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മുടെയും ബീസ്റ്ററിൻ്റെ ചാനലിൽ മാറിയിട്ടാവും വരുന്നത്. ആൻഡ് ഇത് നമ്മുടെ ബീസ്റ്ററിനെ എന്തൊക്കെയാണ് ആർട്ട് ചെയ്യുന്നത്, എന്തോ വരുന്നത് നമ്മുടെ വീട്, ഇതൊക്കെ അറിയാലോ. നമ്മുടെ കോഴിക്കോട് അല്ലാതെ ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇന്നലെ മേടിച്ച പന്നിക്കുട്ടനെ ഞാൻ കാണിച്ചു തരാം. അത് അത്യാവശ്യം അതിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എടുത്ത് നമ്മൾ ഒരു വിൽക്കും. എന്നിട്ട് 2 പന്നീനെ മേടിക്കും. എന്നിട്ട് ഇതിനെ കണ്ട, ഇതാണ് നമ്മുടെ പന്നിക്കുട്ടൻ. ഇത് CG ഒന്നൊക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ചാൽ അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സപ്പോർട്ട്. ഇപ്പം നമ്മൾ റോഡ് ടു 15K ആണ്. ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അണ്ണ സെറ്റ് എവിടെ അണ്ണ ദേ ഞാൻ ബാക്കില്. അതെ, ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കയ്യിലുള്ള ധാന്യങ്ങളൊക്കെ തീർന്നെന്നാണ് പറയുന്നത്. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. കോഴി ഞാൻ കോഴി മുട്ടയെടുക്കാൻ കയറിയപ്പോ കോഴിന്റെ അടുത്ത് ഭക്ഷണം തരാം. അങ്ങനെയല്ലോ ഞാൻ കേട്ടത്. എന്താണല്ലോ സോളി തോന്നുന്നു. ഒരഞ്ചെട്ട് മുട്ട അണ്ണഞ്ചെട്ട് മുട്ട 5, 6, 7, 8, 9. ഓയ്യോ കുറച്ച് പൈസ കിട്ടും. പാണ്ടിപ്പട വണ്ടി എടുക്കും. ഞാൻ ബാക്കിൽ ഓക്കെ ബാക്കി കയറണം. ഓക്കെ. അതെ, നമുക്ക് മറ്റേ ഈ CJ പറയുന്നു, നമുക്ക് പന്നിക്ക് അവിടെ ഫുഡ് കൊടുത്തിട്ടില്ലേ, അത് വളർന്ന് പന്തലിച്ച് വലുതാവുന്നു. അപ്പൊ നമുക്ക് ഇറക്കാൻ കൊടുക്കണെങ്കിൽ ഡബിൾ വില കിട്ടും എന്നാ പറയണേ. അണ്ണ അത് ചെയ്യാം. കായ്ക്കും, തളർക്കും, പിന്നെ അത് പന്തലിക്കും. പൂമ്പാറ്റകൾ പറക്കുന്നു, പരാഗണം ഷോർട്ടാക്കിയെന്നുള്ളൂ. തോളി തന്ന് എങ്ങനെയൊക്കെ വണ്ടി പോണേ. മോളി ചേച്ചിയുടെ കടയിൽ പോയിട്ടുണ്ടല്ല. മോളി ചേച്ചി കടയിൽ പോയിട്ടേ എനിക്ക് ആ മാർട്ടിട്ടനൊന്ന് കാണണം. വർത്താനം പറയുന്നത്. മോളി ചേച്ചി ഉപ്പ് സോഡ വന്നിട്ടില്ല ഇതുവരെ കടയില്. ആ കൊണ്ടുവരാന്നിട്ട് ഒരുമാതിരി ആളെ കളിയാക്കണ്. മോളി ചേച്ചി എപ്പോഴും പേടിക്കും. കാരണം ഇങ്ങനെ വരുമ്പോ എപ്പോഴും 3 ആൾക്കാർ തല്ലാൻ വരണം നിർത്തി വരണത്. നമുക്ക് സാധനങ്ങൾ വിൽക്കാം. സെല്ല് ഇല്ലല്ലോ, അത് സെല്ല് ചെയ്യാൻ പറ്റില്ല. അറിയാണ്ട കൂളറങ്ങ് വിൽക്കും. 142 റുപ്പിന്റെ നമുക്ക് 2 കോഴി. ഓക്കെ, നമ്മുടെ കോഴി ഫാമില് കോഴി വേണം, എന്നാലും അതിന്റെ ബിസിനസ് എടുക്കുള്ളൂ. വെറുതെ 2 കോഴി മേടിച്ചു പിടിക്കുക. അല്ല, ഞാനൊരു 3 ബാഗ് വീറ്റും ഒരു കോഴിനെ മേടിച്ചപ്പോഴേക്കും 140. വേല നോക്ക്, 30 റുപ്യ. അണ്ണ വീറ്റ് സ്റ്റോക്ക് വെക്കണമെന്നല്ലാട്ടാ. കൊഴപ്പില്ല, എന്നൊരു കോഴിനെ മേടിക്കുക, നമുക്ക് നോക്കാം. മുട്ട കയ്യിലുള്ള വിറ്റിട്ട് അടിപൊളി. ഓക്കെ, പൈസ ഹണ്ടിങ്ങിന് പോവാ. അണ്ണന്റെ ബുള്ളറ്റ് കുറവട്ടാ. രാത്രി വരെ ഈ സാധനം വീട്ടിൽ കൊണ്ടിറക്കി. എന്നിട്ട് രാത്രി അല്ല, അത് കാലാവസ്ഥ. ഓക്കെ. കോഴി ഓ നമ്മുടെ വണ്ടിയിൽ 2 കോഴിയാ. വാ കോഴീനെ ഞാൻ കഴുത്തിന് പിടിച്ചിട്ട് അത് ബാക്കില്. ഓക്കെ, കേറ് വണ്ടി ഓടിക്കുന്നില്ല. മറ ഓടിക്കാൻ നിനക്ക് ഉണ്ണിട്ടാ ക്യാമറ തിരിച്ചൊക്കെ. കോഴിനെ ഇറക്കാൻ കൊണ്ടോണ പോലെയാണ് വളർത്താൻ കൊണ്ടോണം.
ഇത് 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 നമ്മുടെ മറ്റേ പാണ്ടിപ്പടയില് മറ്റേ വണ്ടിയിൽ കയറിപ്പോയില്ലേ വാളും വെട്ടോ തിരുത്തിട്ട് എന്തൊരു സ്പീഡല്ലേ വണ്ടിയിൽ വെക്കാൻ സ്ഥലമില്ല പോണ വഴിക്ക് കണ്ടതല്ലേ പോയിട്ട് വന്നാ ആളിറങ്ങിയ ആ ആളങ്ങോട്ട് ഇറങ്ങിപ്പോയി തകതിമിതാളമേളം പാട്ടും കൂത്തും നാടിനാഘോഷം വണ്ടിയിൽ ഇപ്പൊ സീറ്റിലേക്ക് ഇരിക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സീറ്റിലേക്ക് ഇപ്പൊ ബട്ടൺ ഞെക്കി ഇരുന്നാൽ കോഴി പോവും. അതുകൊണ്ട് ഇരിക്കണ്ട. വീടെത്തിയില്ലോ സീനില്ല. എത്തി 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 എത്തി. അയ്യോ കിണർ പിടിച്ച് കിണറിന് രണ്ടോട്ടുണ്ട്. അതെ ഞാൻ ഉന്നട്ടാ ആ അണ്ണ പറ നമുക്ക് ഈ കിണറിൽ വെള്ളം കണ്ടെത്തണ്ടേ? കോഴിനെ കിണറ്റിലിടാൻ പറ്റുമോ? അണ്ണൻ തൊട്ട് പറയണ അയ്യോ പറ്റൂട്ടാ. അയ്യോ ധാന്യങ്ങൾ എടുക്കലടാ. അതെ ധാന്യം ഒരെണ്ണിട്ട് കൊടുക്ക്. മറ്റോന് കൂടുതലും കൊണ്ട് കൊടുക്ക്. ഏത് പന്നിക്ക? ആ പന്നിക്ക് ഉന്നട്ടാ അവനൊക്കെ ഒരു കയറ് അണ്ണ എന്നാ ഹാൻഡിൽ വിത്ത് ഒക്കെ കൊടുക്കണ്ടേ? സോറി പന്നിക്കല്ലേ. ഓക്കെ ഞാൻ കൊടുക്കാം. അലി വേണ്ട ഈ പൊക്ക ഓക്കെ കമോൺ. നമുക്ക് അവനൊന്ന് കാണാം. ഇറക്കാൻ കൊടുക്കും. വിഷമം വിഷമം. കുടിക്കാൻ വരുമോ? ആ ചാടിപ്പോയതല്ലേ. ആ അപമാനം വേണ്ട. ഞാൻ ഇറച്ചി കൊണ്ട് കൊടുത്ത പൈസ ഞാൻ എടുത്തോളാം. എടാ നമ്മുടെ പൈസ നിന്റെ പൈസ ഒന്നുമില്ല. ആ എല്ലാരും പൈസ ഒന്നാണ്. എടുക്കാൻ പറ്റുമെങ്കിൽ നീ എടുത്തോ. അവിടെ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാബുവാ. വെള്ളല്ലേ? വെള്ളണ്ട് ഫുഡിനൊക്കെ ഓക്കെ. അടച്ചടച്ചടച്ച പുറത്ത് കിടന്നടച്ചു ഇതിലെ കിടക്കാം. ഓക്കെ ബാബാ അടയ്ക്കങ്ങട്. ഓക്കെ ഇനി ആ സീജൻ എടുക്കാൻ പോണ്ടേ? ആ ഒരു കൊട മേടിക്കാൻ പറ്റും. അണ്ണ കൊടില്ലണ്ണ. അണ്ണ നോക്കി ആ വീടിന്റെ അടുത്ത് പുതിയ കാട്ട തുടങ്ങി ബർഗർ ഹബ്ബ്. അവിടെ പോയല്ലേ? പോവാ പോവാ. ഏയ് നമുക്ക് ഈ അതിലെന്ത് സംശയം എന്തൊക്കെ വേണ്ട. അതെ വീറ്റ് ഒരു ബോക്സ് അല്ല ഒരു ചാക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് വീടിന്റെ ഉള്ളില്. ഓക്കെ ആ നമ്മളെ സ്റ്റോർ റൂമിൽ അടച്ചടച്ചടച്ച് അണ്ണ സീജില്ല ഇവിടെ. തോളി തോന്നുന്നു സീജുണ്ടല്ലോ കിട്ടി ഇറച്ചി വിറ്റിട്ട് കമ്മീഷൻ അത് വിൽക്കാൻ പോയിണ്ടായിരുന്നു. സീജന് വല്ല കാട്ടുപോത്ത് പിടിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെ വഴി വേറെ വല്ലതും കിട്ടിയ ഇറച്ചി കിട്ടിയ വേറെ വല്ലതും എടാ നീ എവിടെ? ചാടി കളിക്കുന്ന അവിടെ ഫ്രണ്ടില് ലിഫ്റ്റ് നോക്കി കയ്യിൽ ഇന്നലെ കിട്ടുള്ളൂ. ഓ ഉണ്ണേട്ടാ അണ്ണറിയല്ലേ? ഞാൻ വിചാരിച്ചത് ഇപ്പൊ എന്താ സംഭവം കില്ലാടിയിട്ടാണ്. ഇറങ്ങലും വെക്കലും ഒക്കെ കഴിഞ്ഞാണ് പറയണത്. അണ്ണ കേറങ്ങട്. അണ്ണ പാണ്ടിപ്പടിക്കാൻ പറ്റാണ്ടായില്ലേ ആയിരുന്നു. ദൂപ്പ് ചാലേ എന്തിന്റെ ഇറച്ചിയാണ്? ചിക്കൻ. ഉണ്ണേട്ടന്റെ ഭാഷയിൽ ചിക്കൻ. എന്തിന്റെ ചിക്കനാ? അടെ ഇവിടെ വണ്ടിട്ട് കിട്ടില്ലടാ. നമ്മളാ സ്പോട്ടി കൊണ്ടുവരണം എന്നാലേ സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അണ്ണ ഇവിടെ എന്തിട്ട് മോർണിംഗ് ടൈം സമ്മ എഴുതി വെച്ചേക്കണ്. അല്ല വെറുതെ ഞാൻ ഇന്നലെ പലഞ്ഞത്. ഞാൻ ഇന്നലെ രാത്രി ശേഷം വന്നപ്പോഴാണ് ഇത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഡോറി കൂടെ വന്ന ഞാൻ അപ്പുറത്ത് കൂടെ വന്നത് തുറക്കില്ല വെച്ചിട്ട് സെല്ല് 47 പിണ്ടി എന്തിട്ട് മേടിക്കേ. അയ്യോ 3 കൂടി ഇട്ടെങ്കിൽ കോഴിനെ മേടിക്കായിരുന്നല്ലേ. നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാൻ പറ്റും നോക്കി. വേണ്ട ആവശ്യമില്ല. സ്റ്റീൽ ബക്കറ്റ് എന്തിനാ? അത് മറ്റേ പശുവിനൊക്കെ മേടിച്ചിട്ട് പാല് കറന്നെടുക്കാനൊക്കെ. ചെലപ്പോ അത് മിൽക്ക് വേട്ടക്ക് പോവാ. വേട്ടക്കാറം പോണോ? ഇതിനകത്ത് കുളിക്കാത്ത നമുക്ക് അത് വേണോ? നിക്ക് വണ്ടി അടയ്ക്കാൻ മറന്ന്. അടച്ചു. ഓക്കെ വിട്ടോ. അണ്ണ ചിക്കൻ അണ്ണ മാനിന്റെ ഉള്ളിൽ ആരുടെ സൈഡിലില്ല? കണ്ട്
നിക്ക് വെടി വെച്ച് കഴിഞ്ഞാൽ ഇതാക്കല്ലേ ഒരു 100 ലാഘവം ഇവിടെ ആവശ്യമാണ്. ഓടിക്കലടാ അതിന് ഒരു 100. ഐ ആം ദ ഹണ്ടർ. മിണ്ടാണ്ട് ഓക്കെ കണ്ട ഒറ്റ വെടിക്ക് തീർന്നു കണ്ട. അണ്ണ അതിനെ വെടി വെച്ചിട്ട് മൊത്തം ഞാൻ പൊളിച്ചിട്ടിരിക്കുന്നതിന് അണ്ണ കയറുന്ന പറഞ്ഞു അണ്ണ സത്യോ. അതെ ഞാൻ അടുത്ത ഒരു കൂളർ ഉണ്ടായില്ലേ അത് പോയി. കൂളർ ഞാൻ അറിയാണ്ട് ഞാനല്ല ഇന്നലെ വിറ്റ് പോയില്ലേ അത്. ഞാനല്ല ഓയിലിട്ടാ ഓയിലക്സാ മോള് ചേച്ചിയുടെ കടയിൽ പോയിണ്ടെങ്കിൽ പോയിണ്ടെങ്കിൽ മോള് ചേച്ചിയുടെ കടയിൽ നിന്നാണ് പോയിട്ടുണ്ടാവുക. അല്ല ഉണ്ണിയേട്ടൻ എന്തിയാ കാട്ടില്? അണ്ണാ ഞാന് വേട്ടയ്ക്ക് ഇറങ്ങിയ പിന്നെ എന്നെ പിടിച്ചിട്ടില്ല. അല്ല ഉണ്ണിയേട്ടാ ഒരു കാര്യം പറയാനുള്ള എന്നോട്. പതുക്കുന്നത് ഒളിക്കാനല്ല അത് ഓർമ്മയില് വെച്ചിട്ട് ഈ വേട്ടക്ക് ഇറങ്ങിക്കും. അതല്ല ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞാണ് വേട്ടക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ റാഞ്ചിൽ വന്ന് നിൽക്കണത്. അത് സോഡ് പിടിക്കാൻ പോയി. അത് അപ്പാപ്പന്റെ വണ്ടീന്, അപ്പാപ്പന്റെ എല്ലാ അനുഗ്രഹവും ഐശ്വര്യമുള്ള വണ്ടീനത്. അതാണ് നേരെ പോവാത്തേ. ഞാൻ പറഞ്ഞതല്ലേ ആശീർവാദം കിട്ടിയ വണ്ടിയാന്നില്ലേ അണ്ണ? ആശീർവാദല്ല, ലൈറ്റ് ഗോതമ്പ് കൂടി അണ്ണൊന്നും മിണ്ടടുന്ന് മാനം പിടിക്കട്ടെ. അണ്ണ അറിയണ്ടെന്നാണ്. പോട്ടെ കൊല്ല കൊണ്ടുപോവാ. അല്ല പിടിച്ചിരുന്നു അണ്ണ ഇവിടെ മാനൊന്നുമില്ല. മാന് തേന് മയില് കുയില് ഇവിടെ ആരുമില്ലല്ലേ? അന്നോട് ആരില്ല. അന്നിവിടുന്ന് എസ്കേപ്പ് ആവാൻ വേറെ വഴി ഉണ്ട്. ഈ കാട് ഇങ്ങനെ പെലർന്ന് കെട്ടുകണ്. അണ്ണൊരു മരുന്നിന് പോലും ഒരു മാന കണ്ണില്ലെണ്ണ. അത് 100ന്റെ ലാഘവം വേണട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. 100ന്റെ ലാഘവം ഞാൻ കുനിഞ്ഞിരുന്നു. നേരെ പോട്ടെ. കണ്ട ലെഫ്റ്റില് നേരെ പോ. ലെഫ്റ്റിലേക്ക് തിരിച്ചു നേരെ പോ. ഞാൻ പറഞ്ഞതാ. നേരെ പോ. 100ന്റെ ലാഘവം ഉണ്ടായിട്ട് ഇവിടെ ആരില്ല. തിരിച്ച് നിന്നെ ഒരിക്കലും കുറ്റം പറയില്ലടാ. ശരിയായി വൃത്തിയിട്ട മരങ്ങളാണ് ഇവിടെ ഉള്ളത്. കണ്ട് വണ്ടി ഓടിക്കില്ല. റൈറ്റില് ഓക്കെ കാട്ടിട്ട് അവന്റെ അടുത്ത് എടുത്തോ. സാർ വണ്ടി എത്തി. എവിടെ സ്കിൻ ചെയ്തില്ലായിരുന്നോ? ഞാൻ സ്കിൻ ചെയ്യാം. അയ്യോ തലയിൽ വീണതാ ചെറുതായിട്ട്. ഓക്കെ ഈ 2 പീസുള്ളോ? ഉണ്ണിയേട്ടാ ചെറിയ എന്തിനാണല്ലോ പിടിച്ചിരിക്കുന്നത്? 2 പീസ് കിട്ടിയുള്ളല്ലോ. ഞാൻ മാപ്പിൽ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. പക്ഷെ എനിക്ക് ഇവിടെ എന്തോ എക്സ്ക്ലമേഷൻ മാർക്ക് കാണിച്ചിട്ട് ഇവിടെ എന്തോ ഉണ്ട്. വീട് ഇത് വീടല്ലേ, ഇത് വേറെ കണ്ടവന്റെ ഫാമാണ്. അവിടെ കയറി ചെല്ലല്ലേ. കൊള്ളാലേ. അവിടെ ഒന്നുമില്ല. ഞാൻ പോയതാ. അവിടെ ഒന്നുമില്ല. അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടാട്ടാ. കറങ്ങി വരേണ്ടി വരും. അന്നിവിടെ ലെറ്റർ പാട്ട് CD ഈ ടു ടേക്ക് റെക്കോർഡ്. നമുക്ക് അണ്ണ നമുക്ക് VCR മേടിച്ചിട്ട് മറ്റേ സാധനം മേടിച്ചിട്ട് പാട്ട് കേൾക്കണ്ടേ? അല്ല ബ്ലൂറേ ഡ്രൈവ് ഒരു മരുന്നിന് പോലും പറഞ്ഞില്ല അണ്ണ. അവിടെ എന്താ ലൈറ്റ് എത്തണ വണ്ടി ഉണ്ടല്ലോ അവിടെ. അണ്ണാ ഞാൻ പറഞ്ഞില്ലേ ഇത് ഉൾക്കാടല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഏരിയ മാറ്റി പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വണ്ടി ഇവനാരെ ലൈസൻസ് കൊടുത്തത്?
നമുക്ക് പോയാലണ്ണ എന്തേ ആ നമ്മള് ഇവന്റെ കൂടെ അവളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മള് അകത്താവും. ഞാൻ ഓടിപ്പോക്കളാ. അതിന്റെ ഉള്ളൊന്നുമില്ല, ഞാൻ നോക്കി തുണിട്ടെ. ആ ഞാനും വിചാരിച്ച് അമ്മേ വല്ല പൊത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അണ്ണൻ കയറി പോണ്ടതാണല്ലോ. തോളിത്തൊന്ന്. ഓക്കെ ഓക്കെ വിട്ടോ വണ്ടി ഇവിടെ ജോസേ. ഹണ്ടിങ് ഈസ് മൈ പാഷൻ. വണ്ടി എടുത്ത് ഇടിക്കല്ലേ, അതിന് ഇടിച്ച് കിട്ടില്ല. എടാ സീജെ. ഓ എത്ര ദൂരം പോയത്? കിലോമീറ്റേഴ്സ്. അവൻ തിരിച്ചും കിടന്നെ വരുന്നേ. അത് റബ്ബർ ബന്ധു പോലെ ഒരു മരത്തിമ തട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ കിട്ടി. ഉപയോഗിക്കാൻ സമ്മതിക്കോ? ഇൻസൾട്ട് ചെയ്യണം. ഇൻസൾട്ട് തന്നെ ഇത്ര ഇൻസൾട്ടുകൾ സഹിക്കില്ല. ഒന്ന് സാധനം എടുത്ത ചെയ്തേ എല്ലാം ശരിയാവും. അതാ ചിക്കനെ ഓർഡറിൽ വെക്കിട്ടാ നല്ല നിറഞ്ഞിരിക്കണം. ഐ മീൻ മറ്റേ സാധനം. അത് ശരിയാക്കരാ, ഞാൻ ശരിയാക്കരാ. ഓക്കെ മൗസിന്റെ സാധനം വെച്ചിട്ട് കറക്കി അങ്ങോട്ട് വെച്ചാ ചക്രം കറക്കിയാ മതി. എങ്ങനെ കറക്കിയാലും കുറച്ചൊരു ഇതുണ്ടായിന്, അതുപോലെ തന്നെ ഇരിക്കുള്ളൂ. ഓക്കെ ഇനിയും കൊള്ളും സ്ഥലമുണ്ട്. വാ അടുത്ത കൊട്ടമ്പുലിട്ട് വെക്കുന്നൊക്കെ തോന്നി തോന്നുന്നു. കറി വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കറി വെച്ച് കൊടുക്കുന്നതാണ്. കുറച്ച് ഞങ്ങൾക്ക് കൂടെ തന്നാ അഭ്യർത്ഥിക്കുന്നു. വണ്ടി നോക്ക് ഉണ്ണിട്ടാ, കറക്റ്റ്. ആ പേടമാനിറച്ചി കിലോ 300 5 മിനിറ്റ് കഴിഞ്ഞ 350 ആവട്ടെ. റേറ്റ് കൂടും. എടാ അതിന് ഇടിച്ചാ കിട്ടത്തില്ല. നീ വണ്ടി നിർത്ത്, എന്നിട്ട് പതുക്കെ പോയി പിടക്കി. ആ കണ്ട് അടുത്ത മാനിനെ പിടിച്ചിട്ട് വരാം. കച്ചവടം നിർത്തിച്ചിരിക്കുന്നു കുറച്ച്. അണ്ണ ഇങ്ങനെ പോണേ നമ്മള് കുറെ സമ്പാദിക്കണ്ട. യെസ് സമ്പാദിക്കണമല്ലോ, അതാണ് വേണ്ടത്. കാട്ടിലൊന്നും ആരില്ലല്ലോ. രാത്രി നമ്മൾക്ക് നമുക്ക് നാട് വിടണം, അല്ല കാട് വിടണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ കാട്ടില് ജന്തുക്കൾ സീനാണ്. മാനിന്റെ തോല് കൊണ്ട് ആ മാനിന്റെ ഇറച്ചി കിട്ടിയ അതിന് കിട്ടിയ മറ്റേ മാന കിട്ടിയ മറ്റേ മാൻ ഇവിടെ എവിടേക്കോ ഓടിപ്പോയത്. ആ കണ്ട്. എവിടെ മാൻ? ഞാൻ ചേസ് ചെയ്തോണ്ടിരിക്കയാണ്. ഞാൻ ശരിക്കും ഒരു മാനിനെ കണ്ട് സീജെ. കിട്ടി മാനിനെ കിട്ടി. കാട്ടിലെ മാനിന്റെ ഇറച്ചി വാ. ഹൗസ് ഹോൾഡ് ബാലൻസ് 46 റുപ്യ കിട്ടുള്ളൂ. അത് വിഷയല്ലേ, നമ്മളിപ്പോ കോടീശ്വരന്മാരോ. ഈ കണ്ടോ 4 ഇറച്ചി വിറ്റണ ഇപ്പൊ എത്ര പൈസ മാർക്ക് ചെയ്യട്ടെ. ഓ അങ്ങേറ്റത്താണ് കിടക്കണെന്നാണ് പറയണത്. ഞാൻ വീടെത്തിട്ടേ കോഴി ആണോ? ഞാൻ വീടെത്തി. ഞാൻ കോഴിക്കോടിന്റെ അവിടെ ഉണ്ട്, അറിയാലേ. വണ്ടി ഓടിച്ചിട്ട് ഞാൻ എത്തണ കാര്യം അണ്ണ ജീവിതത്തിൽ റിസ്ക് തിന്നവരാണ് ജയിച്ചിട്ടുള്ളോ, അറിയാല. അതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും ചായ കുടിക്കുമ്പോ ഒരു പാക്കറ്റ് മേടിച്ച് വെക്കാറുണ്ട്. ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പാപ്പന്റെ റിസ്ക് തിന്നിരുന്നത് ഞാൻ ഏതോ കാലത്തിരിക്കണതാണ്. ഓ കാര്യം അപ്പാപ്പൻ നമുക്ക് തോക്ക് തന്നു, ബ്രാഞ്ച് തന്നു, അതൊക്കെ ശരി തന്നെ. പണി പാരമ്പളത്ത് കിട്ടും. ശരിയാ, മരുന്നിന് പോലും ഹോസ്പിറ്റൽ ഇല്ല. ഞാൻ പറയാണെങ്കിൽ ഇരുട്ടായില്ല നിങ്ങളൊക്കെ അവിടെ. ഞാൻ വീട്ടിലേക്ക് വരിക, ഇനിയിപ്പോ അവിടെ പോയിട്ട് കാര്യം ഉണ്ടാവില്ല. വീട്ടിൽ വന്നിട്ട് നമുക്ക് ചിക്കൻ നാശമുണ്ടോ? ചിക്കൻ നാശാവേ വേഗം. 9 മണി വരെ ഉണ്ട്. ഇപ്പൊ ഇരുട്ടിട്ടുള്ളോ, വേഗം കൊണ്ടെടുത്തോ. 9 മണി വരെ 9 മണി വരെ കട. 19:33 എത്രയാ?
19 എന്ന് പറയുമ്പോ 18 7 മണി ആയിട്ടുള്ളൂ. വേഗം കൊണ്ടുവരത്തോ, വേഗം പോ. ഇതെന്ത് ഇത് ഇവിടെ തിരിച്ചു പോ. ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട് അങ്ങട്. ഞാന് വീടിന്റെ ഉള്ളിൽ കയറി ലൈറ്റ് കറണ്ട് ബില്ല് കൂട്ടാനാ. അത് അപ്പാപ്പൻ അടുത്തുള്ള അപ്പാപ്പന്റെ പേര്. അതറിഞ്ഞില്ലേ, അപ്പാപ്പന്റെ പേരിലുണ്ടാകാനൊക്കെ, അതുകൊണ്ട് സീനില്ല. ഇത് ഈ ലൈറ്റ് ഇപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കാ. അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന സ്വിച്ചാ. ഇവിടെ ഉണ്ടായിരുന്ന ഷോർട്ട് കട്ട് രാത്രിയിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഉള്ള മരം മുഴുവൻ സ്വിച്ച് കണ്ട്. സ്വിച്ചേ തേനേ പാലേ കുടമേ കണ്ണേ കരളേ. അണ്ണതപ്പാപ്പന്റെ അണ്ണന്താ ഞങ്ങൾ ഈ മരങ്ങളൊക്കെ ഇടിച്ചു കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴത്തേനും കട അടച്ചു കഴിഞ്ഞാണല്ലോ. അണ്ണ 20 20. അതായത് 18 എന്ന് പറയുമ്പോ 6 7 8 മണി. അണ്ണ വേഗം കൊണ്ടെടുത്തോ. 10 11. ഇതെന്തത് മിനിറ്റ് ഒക്കെ 100 110 സ്പീഡിലാണ് പോണു. കിട്ടും വഴി കിട്ടി. ഞാൻ ടി വി കണ്ടെടുക്കാൻ പോണു. ഇത് ടിവിയില് ചന്ദനമഴ വരും. റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. ഓ ചന്ദനമഴ അല്ലേ, അത് റെക്കോർഡ് ചെയ്യാം. ശരിയല്ല, പേടിക്കണ്ട. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നല്ല എപ്പോഴും. അതെവിടെയോ ഭാഗ്യം കട അടച്ചിട്ടില്ല. കടയിൽ കറണ്ട് ഇല്ല കേട്ടോ. അണ്ണ മോളി ചേച്ചി കറണ്ട് ബില്ല് സേവ് ചെയ്യാനാണ്. വൈൽഡ് മീറ്റ് മാത്രല്ല, ഒരു 212 കിട്ടിയെന്നാണ് പറയണത്. 165 ഉറുപ്പിക കിട്ടിയുള്ളല്ലോ. അപ്പൊ ഒരു കോഴീനെ എന്തായാലും നമുക്ക് വേണം. പിന്നെ വീറ്റ് കുറച്ചെടുത്തിട്ട് വരാം. ഓക്കെ. ഓ റൈറ്റിലായിരുന്നല്ലേ. ലൈറ്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈറ്റ് കാണുന്നുണ്ട്. നല്ല മഴയുണ്ടാ, നല്ല പനി മുഴുവൻ കൊണ്ട്. സീജെ കേറടാ. ആ കാറ് കണ്ട ടിവിയിൽ ഇപ്പം പരസ്യം നടക്കുന്നത്. ഇത് കാറത് വീടല്ലേ അത്. അണ്ണ എനിക്ക് നമുക്ക് പണിയുണ്ട്. വാ. ഞാൻ ഇന്നലത്തെ ക്ഷീണത്തിലേ കുറച്ചധികം ഇവിടെ. ഇന്നലെ ടി വി ഓഫ് ചെയ്തില്ലല്ലേ. കറണ്ട് ബില്ല് വരുമ്പോ കാണാം. ബില്ലടക്കമുള്ള കാശൊക്കെ ഉണ്ടെന്ന്. ഓക്കെ അണ്ണാ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ചീത്ത പറയൂ. ഇല്ലണ്ണ, ഞാൻ ഇന്നലെ അവിടെ നിന്ന് കോഴീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇപ്പളാ ആലോചിച്ച് കോഴി ഫാം കണ്ടപ്പോളേ ഞാൻ അവരൊക്കെ അവിടെ കൊടുത്തിട്ട് കാശും മേടിച്ച് അവരെ മേടിച്ച് ഞാൻ വേറെ എന്താണ്ട് മേടിച്ചെന്നാണ്. വീറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം അവിടെ ഉണ്ട്. ഞാനിവിടെ പാടത്ത് പുല്ലൊക്കെ ശരി അല്ല, പാടത്തല്ല ഇവിടെ പുല്ലൊക്കെ ശരിയാക്കട്ടെ. നേരിനഴക് സോദര കൂടിച്ചിട്ട് ഇവിടെ നിന്നല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് ഇതാണ് നമ്മുടെ ഡെഡ് ലൈൻ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടച്ച്. കൊഴപ്പില്ലാട്ടാ, കോഴി ഇവിടെ നമ്മളെയും കാത്തിരിക്കണ്ട. ഓണറോട്ട് സ്നേഹമുള്ള കോഴി. അടിപൊളി കോഴി ഇരിക്കും. നമുക്കതിന് നമ്മുടെ പൊന്നും കൂടെ പോലെ നോക്കാം. ഇപ്പൊ ഞാൻ ഒരു വരവുണ്ട്. അതെന്താ വരവിന് കുഴപ്പം? കൊഴപ്പല്ല, ഫുൾ ഐറ്റംസ് ആയിട്ടൊരു വരവുണ്ട്. ഞാൻ ലോറി മേടിക്കണുണ്ടാ. അണ്ണാ ലോറിയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരൊക്കെ എത്ര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ. ഒരു ലോറി മേടിക്കണം. എന്നിട്ട് നമ്മള് തൊമ്മനും മക്കളും കളിക്കണം. നമുക്ക് ഈ മണ്ണ് തരും അല്ലാണ്ട് നമുക്ക് പണിയെടുത്ത് ജീവിക്കണം എന്നൊക്കെ. പണി തന്നെ എടുത്തോണ്ടിരിക്കണം. ഇത് പണിയില്ലാണ്ട് പിന്നെ എന്നിട്ട് പറയാ പിന്നെ പാട്ട് തോളി തോന്ന്. ഓക്കെ, ഇനി ഇവിടെ എന്തുട്ടാ വേണ്ടത്? കോഴിക്കൂട. ഇനി പന്നിക്കൂട് പണിയാണ്. പന്നിക്കൂടിന് എത്രയേ? 900. അമ്മേ ഇതെന്തത്? ഡിസ്കൗണ്ട് ഒന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് ആണ്. തോള്ളി സീജനെ കൊണ്ട് വിറ്റാലേ 2 കിഡ്നി ഇതെന്തുട്ടത്? ആ വീറ്റങ്ങോട്ട് ഞാൻ ഈ കോഴീനെ കൊണ്ടിട്ട് കണ്ടോ. കോഴീനെ നമ്മുടെ 4ാം കോഴീനെ ഇതിൽ കയറ്റാണ്. ഇതിലൂടെ നമ്മുടെ കോഴി ബിസിനസ്. വീറ്റ് അതിൽ ഇനി ഇടണ്ട കേട്ടാ. വീറ്റ് അത്യാവശ്യം ആയിട്ടുണ്ട്, അതിലുണ്ടെന്നുണ്ട്. അത് കുറയുമ്പോ ഇടാം. എടാ കോഴി പുറത്തേക്ക് പോകണമെന്ന് നോക്കിയാ ഞാൻ നിന്നോട് കോഴി കാട്ടെടുക്കട്ടെ. എന്തിനാണത്?
എനിക്ക് തിന്നാനല്ല ഞാൻ സാധനം ഇവിടുന്ന് ക്ലീൻ ആക്കണ്ട നമ്മള്. ആ ശരി. ഡ്രോവറിൽ മുട്ട വല്ലതും ഉണ്ടാ? എടാ അങ്ങനെ വെക്കുകയാണെങ്കിൽ മഴ തന്നെ ഇവിടെ. സീജെ ഇന്ന അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അടത്തല്ലേ? വീറ്റ് മഴ തന്നെ നോക്കിയാൻ വെച്ചുള്ളത്. ഇവനെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവനെ കൊണ്ട് തോറ്റ്. വീട്ടെടുത്തിട്ട് വീട്ടിൽ കൊണ്ടൊക്കെ സ്റ്റോർ റൂം കൊണ്ട് നമ്മുടെ വീട്ടിൽ അറിയോ? പക്ഷെ ഒരാൾക്ക് കയറാൻ പറ്റില്ല സ്റ്റോർ റൂമിൽ ഒറ്റ ടൈം. ഒരു മുട്ട പോലും ഇല്ല. മാറി 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 സീജെ. എടാ നീ അങ്ങോട്ട് വീറ്റ് കൊണ്ടുപോണ്. എടാ മാറടാ. ആ പന്നീനെ ആരെങ്കിലും നോക്കിയായിരുന്നോ? സീജനല്ലേട്ടാ. ആരെങ്കിലും നോക്കിയാ? വല്ല നടക്ക് ഇല്ല അണ്ണ. നമുക്കേ അത് വലുതായില്ല. നമ്മളെങ്ങനെ അറിയും കേട്ടാ? അണ്ണ അതിന്റെ വലിപ്പം നോക്കിയ പോലെ അളവെടുക്കുക. അണ്ണ ഒരു മിനിറ്റ് ഞാൻ വരുന്നേ. അയ്യോ ഒരു മിനിറ്റ് ഞാൻ ഫ്രണ്ടിൽ കൂടെ വരാം. മൂന്നര അടി 4 ഇഞ്ച് അതിന്റെ 6 അടി ആകുമ്പോ നമുക്ക് വിൽക്കാം. എപ്പുടി എന്നാ വാല് എത്ര ഇഞ്ച് ചെയ്ത് നോക്കിയല്ലേ? വാല് വളരണ്ടെന്ന് നോട്ടീസ് ചെയ്തത്. വെള്ളം ഇതൊക്കെ സെറ്റ്. അതുണ്ടല്ലേ ഞാന്. ഓക്കെ നേരിനഴക് നമ്മുടെ വണ്ടിയോ? വണ്ടി സീജ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അണ്ണപ്പ നമുക്ക് പെട്രോൾ അടിക്കാൻ പോണ്ടേ? പെട്രോൾ അടിക്കാം. അതിനു മുമ്പേ നമ്മുടെ റൂമിൽ അണ്ണ അതിനു മുമ്പ് നമ്മുടെ റൂമിൽ ആരും കേറിയ പോലെ സൗണ്ട് കേട്ടണ്ണൻ വന്നേ. ഞാൻ ഇന്നലെ എന്നോട് ചോദിച്ചതാണ് ആ വീറ്റൊക്കെ കൊണ്ടുവച്ചപ്പോ സാധനം അടച്ചു. പക്ഷെ നിക്കണ്ട വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. അത് നിക്ക് ഒന്ന് ഇറങ്ങി. അതേ കള്ളനെ പിടിക്കാനുള്ള സാമൂതിരികൾ കയ്യിലുണ്ടാ? കള്ളനെ പിടിക്കാൻ ചുറ്റിക. എന്തിനാ അപ്പാപ്പന്റെ തോക്കില്ലേ അണ്ണ 3 പേര് അണ്ണ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എന്റെ സാധനം ഉണ്ട് മറ്റേ വടി കഷ്ണം. അതൊരു തലക്കടിക്കുക അതെങ്ങനെ ഉണ്ടാവും. ഓരോരുത്തരും ഓരോ ടൂൾ വെച്ചെടുത്താൽ ഞാൻ എന്റെ കയ്യിൽ ചുറ്റിക. അതിന്റെ തോക്ക് സീജറിയിൽ മറ്റേ ക്രോസ് ബോ ഉണ്ടെന്നുണ്ട്. ആ ക്രോസ് ബോ ഇല്ല എന്നിട്ട് ക്രോബാർ സാധനം ഉണ്ടെന്നുണ്ട്. ഓ അപ്പൊ നമുക്ക് പിടിക്കാൻ വേണ്ടി റെഡി ചെയ്യുന്നു തൊട്ടെണ്ണ. അത് നടക്കല്ലോ. അപ്പൊ തന്നെ മനസ്സിലപ്പോ നമുക്ക് എന്താ സംഭവം ഒന്നും അറിയില്ല. വീടിൻ്റെ ഉള്ളവർക്ക് എന്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഗൈസ് അപ്പം വീഡിയോ കണ്ടവർക്ക് താങ്ക് യു ഫോർ കമ്മിങ്. ആൻഡ് ഇതിൻ്റെ ഇനി അടുത്ത പാർട്ട് എന്തായാലും ബീസ്റ്ററിൻ്റെ ചാനലായിരിക്കും വരാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ആൻഡ് നമ്മളിപ്പം അപ്പാപ്പൻ്റെ ഒരു ഫാം നമ്മൾ ഏകദേശം ഒരു കണ്ട പന്നിക്കൂടില്ല പന്നീനെ വളർത്തി. നല്ല മഴ അമ്മയും മഴക്കാർ. പന്നീനെ വളർത്തി, കോഴീനെ, വണ്ടി, അപ്പോൾ ഏകദേശം എല്ലാതും ആയിട്ടുണ്ട്. അപ്പം ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നല്ല മഴ ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങിക്കോട്ടെ. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് road to 15K and this is your GTX Rooks signing off. Bye bye.